ഓൺ ദ ഡെത്ത് ഓഫ് ആൻ ബ്രോണ്ടെ. ഷാർലറ്റ് ബ്രോണ്ടെ എഴുതിയ കവിതയാണ് ഓൺ ദ ഡെത്ത് ഓഫ് ആൻ ബ്രോണ്ടെ. കറർ ബെൽ എന്ന പേരിലും ഷാർലറ്റ് ബ്രോണ്ടെ അറിയപ്പെടുന്നു. ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗബാധത്തെ തുടർന്ന് മരിച്ച തൻ്റെ ഇളയ സഹോദരി ആൻ ബ്രോണ്ടിൻ്റെ മരണത്തിൽ വിലപിച്ചുകൊണ്ട് എഴുതിയ കവിതയാണിത്. സഹോദരിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഷാർലറ്റിൻ്റെ മാനസികാവസ്ഥയും വിയോഗത്തെയും മരണത്തെയും കുറിച്ചുള്ള അവരുടെ ചിന്തകളെയുമാണ് കവിതയിൽ പ്രതിപാദിക്കുന്നത്. തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ഷാർലറ്റ് വായനക്കാരോട് തുറന്നു പറയുന്നു. തനിക്ക് സന്തോഷിക്കാൻ ഒരു കാരണവുമില്ല, മാത്രമല്ല മരണത്തെ പേടിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് താൻ എത്തിയിരിക്കുകയാണെന്നും ഷാർലറ്റ് പറയുന്നു. നമുക്കിനി കവിതയിലേക്ക് പോകാം. There's little joy in life for me, and little terror in the grave. I have lived the parting hour to see of one I would have died to save. Calmly to watch the failing breath, wishing each sigh might be the last. Longing to see the shade of death over those beloved features cast. The cloud, the stillness that must part, the darling of my life from me. And then to thank God from my heart, to thank Him well and fervently. Although I knew that we had lost the hope and glory of our life, and now, benighted, tempest-tossed, must bear alone the weary strife. സഹോദരിയുടെ മരണത്തെ തുടർന്ന് തൻ്റെ ജീവിതത്തിലുണ്ടായ മരവിപ്പിനെക്കുറിച്ച് കവിതയുടെ തുടക്കത്തിൽ പറയുന്നു. ജീവിതത്തിലെ ശക്തമായ വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. സഹോദരിയുടെ മരണസമയത്ത് ഷാർലറ്റ് അവളുടെ അടുത്തുണ്ടായിരുന്നു. തൻ്റെ മരണം വഴി സഹോദരിയെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ സ്വന്തം ജീവൻ നൽകി സഹോദരിയെ ജീവിപ്പിക്കാൻ മരിക്കാൻ പോലും ഷാർലറ്റ് തയ്യാറായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു ഘട്ടമെത്തിയപ്പോൾ തൻ്റെ സഹോദരി എത്രയും പെട്ടെന്ന് അന്ത്യശ്വാസം വലിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. സ്വന്തം സഹോദരി പെട്ടെന്ന് മരിക്കണമെന്ന് കൊതിക്കുന്നത് വളരെ ഭീകരമായിട്ടുള്ള കാര്യമാണ്. അത് തനിക്ക് നന്നായിട്ടറിയാം. തൻ്റെ സഹോദരിയുടെ അവസ്ഥ വളരെ മോശമാണ്. അവൾ നിസ്സഹായയാണ്. മരുന്നുകൾക്ക് രക്ഷിക്കാനാവാത്ത വിധം രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. സഹോദരിക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം മരണത്തിലായിരിക്കും. അനുഭവിക്കുന്ന വേദനകളിൽ നിന്നും അവൾക്ക് മുക്തി ലഭിക്കും. അവസാന നിമിഷങ്ങൾ തൻ്റെ സഹോദരി എത്രമാത്രം വേദന അനുഭവിച്ചുവെന്ന് ഷാർലറ്റിനറിയാം. അവയെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ആ വേദനയെക്കുറിച്ച് അറിഞ്ഞിട്ടും അവൾ വീണ്ടും ഒരു ദിവസം കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് സ്വാർത്ഥമാണെന്നും അത് അവൾക്ക് നൽകുന്ന ഒരു ശിക്ഷ പോലെയാണെന്നും കവി പറയുന്നു. ഇവയെല്ലാം കൊണ്ടാണ് സഹോദരി എത്രയും പെട്ടെന്ന് മരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചത്. മരണത്തിലൂടെ രോഗത്തിൻ്റെ മൂർധനീയ അവസ്ഥയിൽ നിന്നും വേദനകളിൽ നിന്നും തൻ്റെ സഹോദരിക്ക് ഒരു മുക്തി നൽകിയതിന് ഷാർലറ്റ് ദൈവത്തോട് നന്ദി പറയുന്നു. സഹോദരിയുടെ സാന്നിധ്യം ഷാർലറ്റിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമേറിയതാണെന്നും അവളില്ലാതെയുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചുമാണ് കവിതയുടെ അവസാന ഭാഗത്തിൽ പറയുന്നത്. തൻ്റെ സഹോദരി തൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ സന്തോഷമല്ലാത്ത, ശോഭനമല്ലാത്ത ഭാവിയായിരിക്കും തൻ്റേത്. സഹോദരിയായിരുന്നു ഷാർലറ്റിൻ്റെ ഉറ്റ സുഹൃത്ത്. ഇനി അങ്ങോട്ട് ലോകത്തിലെ പ്രശ്നങ്ങളും പരിഭവങ്ങളും പങ്കുവയ്ക്കാൻ തൻ്റെ കൂടെ ഉറ്റ സുഹൃത്തായ സഹോദരി ഉണ്ടാവുകയില്ലെന്ന് വേദനയോടെ ഷാർലറ്റ് ഉറപ്പിച്ചു പറയുന്നു. 10 മാസത്തിനുള്ളിൽ ഷാർലറ്റ് ബ്രോണ്ടിന് തൻ്റെ 3 സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. ക്ഷയരോഗമെന്ന പകർച്ചവ്യാധി ആദ്യം ഷാർലറ്റിൻ്റെ സഹോദരനായ പാട്രിക് ബ്രാൻവെല്ലിൻ്റെയും പിന്നീട് എമിലി ബ്രോണ്ടെയുടെയും അവസാനം ആൻ ബ്രോണ്ടിൻ്റെയും ജീവനെടുത്തു. പാട്രിക്, എമിലി എന്നിവരിൽ നിന്നും വ്യത്യസ്തമായി രോഗത്തിന് കീഴടങ്ങുന്നതിന് പകരം അക്കാലത്ത് ലഭിച്ചിരുന്ന മരുന്നുകളുടെയും ഉപദേശങ്ങളുടെയും ഫലമായി രോഗത്തിൻ്റെ വിവിധ മൂർധനീയ ഘട്ടങ്ങൾ തരണം ചെയ്യാൻ ആൻ ബ്രോണ്ടെ കഠിനമായി പരിശ്രമിച്ചു. കവിതയിലെ ആദ്യത്തെ 4 വരികൾ ഷാർലറ്റിൻ്റെയും ആനിൻ്റെയും സ്കാർബറോ എന്ന പ്രദേശത്തിലേക്കുള്ള അവസാനത്തെ സന്ദർശനത്തെ സൂചിപ്പിക്കുന്നു. അവിടെ ആൻ ബ്രോണ്ടെ തൻ്റെ സഹോദരി ഷാർലറ്റിനോടൊപ്പവും സുഹൃത്തായ എലൻ നസ്സിയോടൊപ്പവും ധാരാളം അവധി ദിനങ്ങൾ ചെലവഴിച്ചു. അസുഖത്തിൽ നിന്ന് ആനിന് ചെറിയൊരു ആശ്വാസം തോന്നിയതുകൊണ്ടും എന്നും കണ്ടുവരുന്ന പ്രകൃതി ദൃശ്യങ്ങൾ ഒന്ന് മാറ്റിപ്പിടിക്കുന്നത് വഴി അവരുടെ അസുഖത്തിന് നേരിയ പുരോഗതിയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് യാത്രയാരംഭിക്കാനുള്ള കാരണം. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആനിൻ്റെ രോഗാവസ്ഥ വളരെ മോശമായി.
അതോടെ അവൾ സുഖം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം ഷാർലറ്റിന് നഷ്ടമായി. സഹോദരിയുടെ മരണം താൻ അംഗീകരിക്കാൻ സമയമായെന്ന് ഷാർലറ്റ് മനസ്സിലാക്കി. ഡോക്ടർ പരിശോധിച്ച പിറ്റേ ദിവസം 29-ാം വയസ്സിൽ ഷാർലറ്റിനെ തനിച്ചാക്കി ആൻ ബ്രോണ്ടെ അവസാന ശ്വാസമെടുത്തു. ജീവിതത്തിൽ പ്രാധാന്യമേറിയ പ്രിയപ്പെട്ടതുമായ കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്നു. അത്തരത്തിലുള്ള മാറ്റം ഈ കവിതയിൽ ഷാർലറ്റ് കാണിച്ചു തരുന്നു. ഷാർലറ്റിൻ്റെ ജീവിതത്തിലെ വെളിച്ചമായിരുന്നു ആൻ ബ്രോണ്ടെ. അവളുടെ മരണത്തോടുകൂടെ ആ വെളിച്ചം അണഞ്ഞു. ഇഷ്ടപ്പെടുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകുന്നു. ലോകം വളരെ സൗന്ദര്യമേറിയ സ്ഥലമാണെന്ന് തോന്നിപ്പോകുന്നു. അതേപോലെ ഇഷ്ടപ്പെടുന്നവർ മരിച്ചു കഴിയുമ്പോൾ ലോകം ഭയാനകരമായ ഇരുണ്ട കൊടുങ്കാറ്റേറിയ സ്ഥലമായി തോന്നിപ്പോകുന്നു. പ്രിയപ്പെട്ട സഹോദരിയുടെ വിയോഗം, ആ നഷ്ടത്തെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആഴത്തിലെത്തിക്കാൻ ഷാർലറ്റിന് സാധിച്ചു. ഷാർലറ്റ് അനുഭവിക്കുന്ന വിരഹവേദന ഓരോ വായനക്കാരനും മനസ്സിലാകുന്നു. ഈ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.